രാജാവിനെന്ത് ക്യൂ വഴിയൊരുക്കടാ. മുൻപന്തിയിൽ ഉത്തരവ്. രാജാവാണ്. ഭൂട്ടാൻ വാഹനക്കടത്തിൽ സിനിമാ നടന്മാരുടെ വീടുകളിലെ ഇഡി റെയ്ഡിനെതിരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. എന്ന് വെച്ചാ വളരെ മോശമാണ്. എന്റെ തലക്ക് വല്ല ഓളുണ്ടോ? അതാ എനിക്കും തോന്നിയത് ഓളുണ്ടെന്നാ. ശബരിമല സ്വർണ്ണമോഷണം മുക്കാനാണ് ഇഡി റെയ്ഡ് എന്നാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം. എന്റെ തലയ്ക്ക് മുകളിൽ ഒന്നുമില്ല, തലയ്ക്കുള്ളിലും ഒന്നുമില്ല. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. ഇയാൾക്ക് പിരാന്താണെന്നുള്ളതിന് ഇതിലും വലിയ തെളിവ് ഇനി എന്താണ് വേണ്ടത്? പരാമർശം വിവാദമായതോടെ മാധ്യമങ്ങളെ പഴിചാരി സുരേഷ് ഗോപി രംഗത്തെത്തി. വിഡ്ഢിത്തരം പറയാതിരിക്കാ. മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിഡ്ഢിയാണേ. എനിക്കറിയത്തില്ല സ്വർണത്തിന്റെ വിഷയം മുക്കാൻ വേണ്ടിയാണോ സിനിമാ രംഗത്തേക്ക് രണ്ടുപേര് വീണ്ടും ത്രാസിൽ കയറ്റി അളക്കാൻ കേരള ജനതയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത്. അത് തനിക്ക് എങ്ങനെ അറിയാം? ഞാൻ മെന്റലാണെന്ന് തോന്നണ്ടായോ? ഒരിക്കലില്ല. അത് തനിക്ക് വിവരമില്ലാഞ്ഞിട്ടാ. അത് ബുദ്ധിമുട്ടൊക്കെ തോന്നു. അന്ന് അങ്ങനെയല്ല കേട്ടോ. അതിനെ സംബന്ധിച്ച് NIA ED എല്ലാം പരിശോധിക്കുകയും അന്വേഷിക്കുകയും വളരെ വളരെ ഇന്റൻസിഫൈഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതുകൊണ്ട് കേന്ദ്ര മന്ത്രിസഭയിൽ ഇരുന്നുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല. പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. പിടിച്ചാൽ നടത്തിക്കൊണ്ട് പോകാം, കുറച്ചു കഴിഞ്ഞാൽ ചങ്ങലക്കിടേണ്ടി വരും. എങ്കിലും ഈ സർക്കാരിനെ ബാധിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ തിളക്കമുള്ളവരെ മലിനപ്പെടുത്തുക, കളങ്കപ്പെടുത്തുക എന്ന് പറയുന്ന പ്രക്രിയ മാത്രമാണ് പോലീസിനെ ഉപയോഗിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും സത്യം പറയൂ. ഇവിടെ കിടന്ന് തൊണ്ട കീറിയിട്ട് ഒരു കാര്യമില്ല. മുഖ്യന്റെ മുമ്പിൽ ചെന്ന് വിളിക്കാം, അങ്ങനെ കേക്കട്ടെ. ആ അടിച്ചുമാറ്റൽ എന്ന് പറയുന്നത് വല്ലാണ്ട് അങ്ങ് ആളി പടരുമ്പോൾ അതിനകത്ത് വെള്ളം ഒഴിക്കാൻ വേണ്ടി സിനിമാക്കാരാണ് യുവാക്കളെയൊക്കെ കൊണ്ടുചെന്ന് അവര് എന്ത് വിഷയത്തിനാണ് കുടുങ്ങിയിരിക്കുന്നതെന്ന് അറിയത്തില്ല. എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല. ഇപ്പൊ ജീവിതം ഒരു വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുക. തലയ്ക്ക് മീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി എന്നൊരു പാട്ടുണ്ടല്ലോ. അതുപോലെയാ ഇപ്പൊ എന്റെ അവസ്ഥ. അത് അവർ പറയും. പക്ഷെ അത് വാർത്തയാക്കി സർക്കാരിനെയും സർക്കാരിന്റെ മോഷണ കുറ്റങ്ങളെയും ഒക്കെ കുടപിടിക്കുകയോ മറപിടിക്കുകയോ ഒക്കെ ചെയ്യുന്ന തരത്തിൽ സിനിമാക്കാരെ ദ്രോഹിക്കുന്നതും വാർത്താ ചാനലുകൾ നല്ലതല്ല, ശരിയല്ല എന്നൊരു അഭിപ്രായം കൂടിയുണ്ട്. ഇതെല്ലാം കൂടി നമ്മള് കുറ്റായോ? അതോടാ നീ കണ്ടുപിടിച്ച ആനക്കാര്യം. ഓഹോ, അതും ലീക്ക് ഔട്ടായോ? ഇതൊക്കെ നിയമപരമായിട്ട് ചോദ്യം ചെയ്യപ്പെട്ട് ഒരു നിഗമനത്തിലെത്തി. ആ നിഗമനത്തിൽ എത്തുന്നതിന് മുമ്പ് 8 വർഷമായിട്ട് നിങ്ങൾ എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു വലിയ സംഭവം അല്ലേ? വേറെ ആരും ഇല്ലെങ്കിൽ ജോസിന്റെ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരാശ്വാസം. ജോസ് ഇപ്പോഴും കമന്റ്സ് പറയുമ്പം പോണ്ടിച്ചേരി എന്ന് പറഞ്ഞ് കയറി വരും. ഈ പാപത്തിനൊക്കെ നിങ്ങൾ എവിടെ പോയി ഇനി എന്ത് കഴുകിയാലാണ് ദൈവത്തിൽ നിന്ന് കോപമേൽക്കാതിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എടുത്തണ്ട, ആർക്കായാലും ഇച്ചിരി വെളിച്ചം തലേ കയറിക്കോട്ടെ. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. എന്റെ വരട്ടടവേ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.